മഹാദൈവവും രക്ഷിതാവും നിത്യപിതാവുമായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ മെസ്സേജിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മെസ്സേജ് കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഓരോ സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ അഡ്മിൻ സഹോദരങ്ങൾക്കും എൻ്റെ നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ള വിഷയം, പത്രോസിന് തെറ്റ് പറ്റിയിരുന്നുവോ? പലപ്പോഴും ഉപദേശപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കേഫാവ്, അതായത് ഹെബ്രായ ഭാഷയിൽ പാറ എന്ന് അർത്ഥം വരുന്ന കേഫ എന്ന വാക്യം, ആ കേഫ അല്ലെങ്കിൽ ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പത്രസ് എന്ന് വരുന്ന വാക്യം, പാട്രോസ് അല്ലെങ്കിൽ പത്രസ് എന്ന് വരുന്ന വാക്യം, അതിൽ കൂടെ വന്ന പത്രോസ് അല്ലെങ്കിൽ പീറ്റർ എന്നുള്ള നാമം ശിമയോൻ, യോനയുടെ പുത്രനായിരുന്ന ശിമയോൻ എന്ന മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുകയും ബലഹീനൻ ആയിരുന്നവനെ ആത്മാവാൽ ശക്തീകരിച്ച് തൻ്റെ സഭയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് അവനിൽ നൽകി സഭയുടെ അടിസ്ഥാനം എങ്ങനെ ആയിരിക്കണം എന്നുള്ള സുവിശേഷത്തെ പുറപ്പെടുവിച്ച മനുഷ്യൻ. കേഫ എന്നോ അല്ലെങ്കിൽ പത്രോസ് എന്ന് വിളിച്ചാലും അതിൻ്റെ അർത്ഥം ഒരു പാറ അല്ലെങ്കിൽ പാറയുടെ ഭാഗം എന്ന് ഒക്കെ നമുക്ക് അർത്ഥം ആക്കുവാൻ സാധിക്കുന്നത്. വചനത്തിൽ പാറ ഒന്നേ ഉള്ളൂ, അത് ആത്മാവായ ദൈവം തന്നെ, അത് ക്രിസ്തു തന്നെ എന്ന് 1 കൊരിന്ത്യർ 10-11 വളരെ വ്യക്തമായിട്ട് പൗലോസ് നമ്മളെ എഴുതി അറിയിക്കുന്നു. ശിമയോൻ എന്ന മനുഷ്യൻ കേഫാവെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം അവനിൽ ഉണ്ടായിരുന്ന ഒരു യോഗ്യത, അവനിൽ കർത്താവിൻ്റെ ആത്മാവ്, അതായത് കർത്താവിൻ്റെ പാറ അവനിൽ കൂടെ സംസാരിച്ചു എന്നത് മാത്രമാണ്. അവനൊരു ബലഹീനനായ മനുഷ്യനായിരുന്നു എന്നും പലവിധമായ തെറ്റുകളിൽ അവൻ ചാടിയിരുന്നു എന്നും പലവിധമായ നമ്മൾ സുവിശേഷ ഭാഗങ്ങളിൽ ഉള്ള കാര്യങ്ങളിൽ കൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. എപ്പോഴൊരു പ്രശ്നമുണ്ടായോ പത്രോസ് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും അല്ലെങ്കിൽ ഒരു പലവിധമായ വെറുമൊരു മനുഷ്യൻ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കും. സൈമൻ ബാർ ജോണ, നീ സാത്താൻ്റെ പുത്രനാകുന്നു എന്ന് ജഡപ്രകാരം വിളിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അവൻ്റെ ജഡസ്വഭാവത്തിൽ അവൻ സാത്താൻ്റെ മകൻ എന്ന് കർത്താവ് അവനെ വിശേഷിപ്പിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് അവനിൽ വരുമെന്നും അവനെ ഒരു പാറയാക്കി മാറ്റുമെന്നും ആ പാറയുടെ മേൽ കർത്താവ് തൻ്റെ സഭയെ പണിയുമെന്നും പത്രോസ് എന്ന നാമത്തിൻ്റെ ആ ഒരു കേഫാവ് എന്ന നാമം അവന് കൊടുക്കുകയും പത്രോസിൻ്റെ മേൽ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നതെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഭ, ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന മറ്റു കല്ലുകൾ ക്രിസ്തുവിൻ്റെ ആത്മാവാൽ ശുദ്ധീകരിക്കപ്പെട്ട് ആ ഒരു ആലയത്തിലേക്ക് ഓരോ കല്ലുകളായി ചേർക്കപ്പെട്ട് ഒരു വലിയ ആലയം പണിയപ്പെടുന്ന അതിൻ്റെ ആരംഭ ശുശ്രൂഷയാണ് അപ്പോസ്തോല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ രംഗത്തിൽ അവിടെ നിന്ന് സംസാരിക്കുന്ന ഏവരും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പതിഞ്ഞു എന്നുള്ള വളരെ വ്യക്തമായ വാക്യം അവിടെ ഉണ്ട്. എന്നാലും നമ്മൾ കാണുന്നു അപ്പോസ്തോല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ ആദ്യമായി ഒരു
ജാതീയനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം പത്രോസിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, പത്രോസ് ഒരു സ്വപ്നം കാണുകയും സ്വർഗത്തിൽ നിന്നും പലവിധമായ പക്ഷികളുടെയും മൃഗങ്ങളുടെയും രീതിയിൽ താഴോട്ട് ഇറങ്ങി വരികയും ദൈവം അവനോട് അത് ഭക്ഷിപ്പാനും കൽപ്പിക്കുന്നു. അപ്പം ആകാശം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു പെട്ടി പോലെ 4 കോണും കെട്ടിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നത് അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഈഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നു. അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല, കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അപ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ അശുദ്ധമായി, അതായത് ഒന്നാം കൽപ്പനയിൽ മോശയുടെ നിയമത്തിൽ അവന് കൊടുക്കപ്പെട്ട നിയമപ്രകാരം അശുദ്ധം എന്ന് എഴുതിയിരിക്കുന്ന പലവിധമായ മൃഗങ്ങളുടെ അതിൻ്റെ മാംസം തിന്നുകയോ അതിൻ്റെ ചത്ത ഒരു ജീവിയെ തൊടുകയോ ചെയ്യരുത് എന്നുള്ള കൽപ്പന അവന് നിയമപ്രകാരം ഉണ്ട്. പക്ഷേ ഇത് പുതിയ കൽപ്പനയാകുന്നുവെന്നും ആദ്യം യഹൂദനും പിന്നെ ഈ സുവിശേഷം ജാതികളിലും കടന്നു പോകുമെന്നുള്ള പുതിയ കൽപ്പന കർത്താവ് നൽകുമ്പോൾ അവിടെ നിയമം മാറിയെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടാണ്. ഘട്ടം ഘട്ടമായി അവർ സുവിശേഷം പറഞ്ഞു പോകുമ്പോൾ അവർക്ക് ഘട്ടം ഘട്ടമായി ലഭിക്കുന്ന വെളിപ്പാടുകളാണിത്. ആദ്യത്തെ സമയത്ത് ആ വെളിപ്പാട് ലഭിച്ചിട്ടില്ല. എന്നാൽ 10-ാമത്തെ അധ്യായം എത്തുമ്പോൾ ജാതികളുടെ സമയം ദൈവം തുറക്കുന്ന സമയത്ത് പത്രോസിനെ ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവിൽ നിന്നും ഉണ്ടായതുകൊണ്ട് പത്രോസ് സ്നാനക്കുളത്തിൽ നിന്നപ്പോഴും പത്രോസിന് തെറ്റുപറ്റി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആ തുടക്കത്തെ അല്ലെങ്കിൽ ആ ആരംഭത്തെ അത് എങ്ങനെ വിശ്വസിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ള കാര്യമാണ് സാത്താൻ അവിടെ നോക്കുന്നതെന്ന് വളരെ വ്യക്തമാകുന്നു. പത്രോസിന് ഈ ഒരു കൽപ്പന ലഭിച്ച ശേഷം പത്രോസ് കൽപ്പന പ്രകാരം കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോവുകയും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയും പരിശുദ്ധാത്മാവ് ജാതികൾക്ക് വരും എന്ന് ആദ്യമായിട്ട് പത്രോസിന് വെളിപ്പെടുകയും പിന്നെ അവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ പിന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജാതികൾ പലതരമായ മാംസഭക്ഷണങ്ങളും പലവിധമായ ക്രമീകരണങ്ങളും അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ അവരോട് സുവിശേഷം പറയുമ്പോൾ അവരുടെ ഭക്ഷണ രീതിയോ അവരുടെ ജീവിത രീതിയോ അല്ല നമ്മൾ നോക്കേണ്ടത്. അവരോട് സുവിശേഷം അറിയിക്കുകയും പിന്നെ അവരുടെ ജീവിതത്തിൽ ദൈവാത്മാവ് എങ്ങനെ നടത്തും, ഓരോ വെളിപ്പാടുകൾ അവർക്ക് നൽകും എന്ന കാര്യം അത് നമ്മൾക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിന് ലഭിച്ച മുൻ വെളിപ്പാട്, ആ വെളിപ്പാട് തെറ്റ് ആണ് എന്ന് പറയുന്നതാണ് ഈ സാത്താൻ്റെ പ്രവൃത്തി നമ്മൾ കാണുന്നത്. ഈ പ്രവൃത്തി
എന്തുകൊണ്ട് അവർ കാണുന്നത് പോലെ അല്ല എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇതിനെപ്പറ്റി പറയുന്നു. 11-ാമത്തെ വാക്യത്തിൽ, എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറേ. കേഫാവ് എന്ന് പറയുമ്പോൾ പത്രോസ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ശിമയോൻ ബാർ ജോനായിക്ക് ലഭിച്ച ശരിയായ പേര്, അതായത് കേഫാവ് എന്നാണ്. ആ കേഫാവ് എന്നത് ഒരു ഹെബ്രായ വാക്കാണ്. ഹെബ്രായ വാക്കിന് അർത്ഥം പാറ എന്നും അല്ലെങ്കിൽ എ റോക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുൻപേ അവൻ ജാതികളോട് കൂടെ തിന്നു പോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോട് കൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർണബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടവന്നു. അവൻ സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവർക്കും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല, ജാതികളുടെ മര്യാദ പ്രകാരമാണ് ജീവിക്കുന്നത്. എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികൾ അല്ല, യഹൂദന്മാർ അത്രേ. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്കാണ്. പലരും പറയും അവർ ക്രിസ്ത്യാനികളായി എന്ന് പറയും. ഇവിടെ പൗലോസ് പറയുന്നു, ഒന്നാമത്തെ നിയമം ലഭിച്ചപ്പോഴും അവർ യഹൂദന്മാരായിരുന്നു, രണ്ടാമത്തെ കൽപ്പന ലഭിച്ചപ്പോഴും അവർ യഹൂദൻ, അതായത് യഹോവയുടെ ജനം എന്ന് അർത്ഥം വരുന്ന യഹൂദന്മാർ ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കാൽ നാമും പാപികളെന്ന് വരുന്നു എങ്കിൽ ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷകൻ എന്നോ ഒരു നാളും അല്ല. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ഇത് പറയുന്ന സമയത്ത് പത്രോസ് അവനെ കേട്ട് പിന്നെ അവനെ തന്നെ നീതീകരിച്ചില്ല എന്നോ അല്ലെങ്കിൽ പത്രോസ് ചെയ്തത് തെറ്റ് ആയി എന്നുള്ള കാര്യം അംഗീകരിക്കാതിരുന്നതോ എന്നുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ ന്യായപ്രമാണത്താൽ അല്ല, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം, അതായത് ക്രിസ്തു ആരാകുന്നു എന്നുള്ള വിശ്വാസത്താലാണ് ഒരുവൻ ന്യായീകരിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം യഹൂദന്മാരായിരിക്കെ എന്ന് വരെങ്കിൽ ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ, ആ കർത്താവ് യേശു ക്രിസ്തു ആകുന്നു എന്ന് ആ യഹൂദൻ സ്വീകരിക്കുമ്പോൾ അതിനാലാണ് അവൻ ന്യായീകരിക്കപ്പെടുന്നത്. പുതിയ നിയമം നിലവിൽ കൊണ്ടുവരുന്നതിന് മുൻപേ തന്നെ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, നമ്മുടെ വയറ്റിൽ പോകുന്നതൊന്നും നമ്മളെ അശുദ്ധമാക്കുന്നില്ല, എന്നാൽ നമ്മുടെ വായിൽ നിന്നും വരുന്നതാണ് നമ്മളെ അശുദ്ധമാക്കുന്നത് എന്ന് പൗലോസ് നമ്മൾ കാണുന്നു. പൂർണ്ണമായും, അതായത് ഭൂരിപക്ഷം ഭാഗവും പൗലോസ് പ്രവർത്തിച്ചത് ജാതികളുടെ നടുവിലാണ്. അതുകൊണ്ട് തന്നെ 1 കൊരിന്ത്യർ അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ വിഗ്രഹാർപ്പിതമായ മാംസത്തെ പറ്റി പറയുന്നു.
അപ്പോൾ വിഗ്രഹാർപ്പിതമായ മാംസം കഴിക്കുന്നത് ഒരു വിശ്വാസിയുടെ മുമ്പേ ആകുന്നു എങ്കിൽ ആ വിശ്വാസിയുടെ വിശ്വാസത്തെ നമ്മൾ ചിലപ്പോൾ മാറ്റിക്കളയുകയും അവൻ ചിലപ്പോൾ വിശ്വാസത്തിൽ ആകൊണ്ട് അവൻ ചിലപ്പോൾ വിശ്വാസം വിട്ട് പോകുവാനും സാധ്യതയുണ്ട് എന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് മാംസത്തെ പറ്റി പറയുന്നു, ഒരുവൻ്റെ വിശ്വാസം ഞാൻ മാംസം കഴിക്കുന്നത് കൊണ്ട് തെറ്റിപ്പോകുന്നതാകുന്നു എങ്കിൽ ഞാൻ ഇനി മാംസം കഴിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ലേഖന ഭാഗത്ത് തന്നെയാണ്, 8-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതിനും യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. കർത്താവ് ആയ ദൈവം ഏകൻ, കർത്താവ് ഏകൻ തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മളോട് സംസാരിക്കുന്നു. ഏക കർത്താവ് മാത്രം. അപ്പോൾ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഒരു നാളും ഞാൻ മാംസം തിന്നുകയില്ല. അപ്പോൾ പൗലോസ് വളരെ വ്യക്തമായിട്ട് ചില മാംസം അല്ലെങ്കിൽ ചില തരത്തിലെ മാംസം വർജിച്ചിരിക്കുന്ന വിശ്വാസികളുടെ മധ്യത്തിൽ പോകുമ്പോൾ അവരുടെ ഭക്ഷണത്തെ പറ്റിയുള്ള മര്യാദകളിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഒരു വെളിപ്പാട് ദൈവം പൗലോസിന് നൽകിയിരുന്നു എന്നുള്ള കാര്യമാണ്. പൗലോസ് എന്ന അപ്പോസ്തോലൻ എന്ത് കഴിക്കുന്നു എന്നതിലല്ല, പൗലോസ് എന്ന അപ്പോസ്തോലൻ മറ്റുള്ളവർക്ക് മാതൃകയായി നിൽക്കുമ്പോൾ അവൻ്റെ ഭക്ഷണ രീതി പോലും ക്രമീകരിക്കുവാൻ ബാധ്യസ്ഥനായിരുന്നു എന്നുള്ള കാര്യമാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. തിന്നുന്നതും കുടിക്കുന്നതുമല്ല ദൈവരാജ്യം വീണ്ടും ജനിച്ച് ക്രിസ്തുവിൻ്റെ ആത്മാവാൽ വീണ്ടും ജനിച്ച് അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. ആ മക്കൾ എന്ത് തിന്നുന്നു എന്നതിലല്ല അവരുടെ രക്ഷ, അവർ ആത്മാവിൻ്റെ അനുസരണത്തിൽ തൻ്റെ രക്ഷയുടെ പ്രവൃത്തിയെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ പൂർത്തീകരിക്കുന്നതാണ് അവർക്ക് രക്ഷ. അതുകൊണ്ട് തന്നെ ഇടയന്മാരായി നിൽക്കുമ്പോൾ അവരുടെ ഈ ചെറിയ ബലഹീനതകളിലൊക്കെ അവരെ കൈത്താങ്ങ് കൊടുത്ത് നിർത്തുന്നതാണ് ഒരു അപ്പോസ്തോലൻ്റെ കടമ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ പത്രോസ് അല്ലെങ്കിൽ കേഫാവ് എന്ന കർത്താവിൻ്റെ അപ്പോസ്തോലൻ, ആ അപ്പോസ്തോലന് പ്രവർത്തന മേഖലയായി കർത്താവ് കൂടുതലും നൽകിയിരുന്നത് യെരുശലേമിലാണ്. അപ്പോൾ യഹൂദന്മാരുടെ മധ്യത്തിലാണ്. മറ്റുള്ള പല ജാതികളോടും സുവിശേഷം പറയുന്നു എങ്കിലും ഭൂരിപക്ഷം യഹൂദന്മാർ ആയി നിൽക്കുന്ന യഹൂദന്മാർ എന്ന് പറയുമ്പോൾ അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴും അവർ യഹൂദന്മാർ തന്നെയാണെന്നുള്ള എക്സാമ്പിൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ തന്നു. വേറെ ഒരു മതമോ വേറെ ഒരു വിശ്വാസമോ അല്ല, ഒരു യഹൂദന് തന്നെ വന്ന ആ ഒരു പുതിയ നിയമമാണ് എന്നുള്ള കാര്യം നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കണ്ടു. പലരും അതിലും വളരെ 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 പലതരത്തിലെ ഉപദേശങ്ങൾ കൊണ്ടുവരും. ക്രിസ്തു മതം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വളരെ ഹാസ്യപ്രദമായ പല വിഷയങ്ങളെടുത്ത് ഡിബേറ്റ് ചെയ്യുന്നത് നമ്മൾ പല സ്ഥലത്തും കാണുന്നു. പക്ഷേ യഹൂദന്മാരായി തന്നെ നിലനിൽക്കുന്നു. നമ്മൾ കാണുന്നു എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ക്രിസ്തുവിൽ കൂടെ അവർ ഇസ്രായേലായിത്തീരുന്നു എന്നാണ് 2-ാമത്തെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പിന്തുടരുന്നവരാണെന്നെങ്കിൽ നമ്മൾ വാഗ്ദത്തപ്രകാരം ക്രിസ്തുവിൻ്റെ ഭവനത്തിലെ
മക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്രായേൽ ആകുന്നു എന്നുള്ള കാര്യമാണ് വളരെ വ്യക്തമായിട്ട്. അപ്പോൾ അവർ യഹൂദന്മാരായി തന്നെയാണ്, യഹോവയുടെ ജനമായി തന്നെയാണ്. അവർ യഹോവയുടെ പുതിയ നാമത്തെ അറിഞ്ഞ് ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാകുന്നു എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ കഴിയും. അപ്പോൾ പത്രോസ് എന്ന അപ്പോസ്തോലൻ അവിടെ യഹൂദന്മാരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ സമയത്ത് അവരുടെ ഭക്ഷണ രീതി പ്രകാരമാണ് ആ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നത്. പലപ്പോഴും നമ്മൾ യാത്ര പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തുടങ്ങുമെങ്കിലും പലപ്പോഴും പ്രാർത്ഥനയിലും നടപ്പിലും നമ്മുടെ കുറവുകൾ വന്നു പോകുന്നു എന്നുള്ളത് ഒരു മനുഷ്യ യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ ചെറിയ തെറ്റുകൾ നമ്മളിൽ വരികയും അപ്പോൾ മറ്റുള്ള സഹോദരന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കറക്ഷൻ നമ്മളിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിശ്വാസികളായി നമ്മൾ നടക്കുമ്പോൾ നമ്മളിൽ വരുന്ന തെറ്റുകൾ, മാനുഷികമായി ജഡപ്രകാരം നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ, ആത്മാവിലുള്ള സഹോദരങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് ശരിയാക്കേണ്ടത് നമ്മുടെ കടമയാണ്. പത്രോസിന് അന്ന് തെറ്റ് പറ്റി എന്ന് പറയുമ്പോൾ പത്രോസ് പിന്നെ തെറ്റിൽ നിന്നും മാറി എന്നുള്ള അർത്ഥത്തിൽ കൂടെ നമ്മൾ അതിനെ കാണണം. എന്നു വെച്ചാൽ പത്രോസ് എന്ന ആ അപ്പോസ്തോലൻ കർത്താവിന് വേണ്ടി നല്ല ഒരു അന്ത്യം കുറിച്ച മനുഷ്യനാകുന്നു. വിശ്വാസത്തിൻ്റെ ആ ഏറ്റവും വലിയ ഒരു പദവി, അതായത് കർത്താവിൻ്റെ ആ ഒരു നിയമപ്രകാരം അന്ത്യത്തിൽ കർത്താവിന് വേണ്ടി മരിച്ച ഒരു വ്യക്തിയാണ് പത്രോസ്. പത്രോസിനെ ഒരു കുരിശിൽ തറയ്ക്കുവാൻ പോയപ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാലിൽ നിന്ന സ്ഥലത്ത് മതി എൻ്റെ തല എന്ന് പറഞ്ഞ മനുഷ്യനാകുന്നു. അപ്പോൾ അങ്ങനെ രീതിയിൽ ക്രൂശിക്കപ്പെടുവാൻ ആ ഒരു അൾട്ടിമേറ്റ് ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു ആധിക്യത്തിൽ ജീവിച്ച മനുഷ്യനാകുന്നു എന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ തൻ്റെ വിശ്വാസത്തെ തികച്ചവനാകുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ രേഖയുണ്ട്. അതുകൊണ്ട് തന്നെ പത്രോസ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്നാനത്തിൻ്റെ വിഷയത്തെ മാറ്റിക്കളയുവാൻ നോക്കുന്ന ബുദ്ധിമാന്മാരുടെ വലിയ ആ ഒരു ബുദ്ധിയുടെ ആധിക്യത്തെ ആലോചിച്ച് ഞാൻ അങ്ങ് വിഷമിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഏകനാകുന്നു എന്നും ദൈവത്തിന് ഏക ആത്മാവാകുന്നു എന്നും ഏക ശരീരമാകുന്നു എന്നും ഏക സ്നാനമാകുന്നു എന്നും ആ ഒരു കാര്യങ്ങളെയൊക്കെ എല്ലാം അപ്പോസ്തോലന്മാർ പറയുമ്പോൾ എങ്ങനെങ്കിലും അത് തെറ്റിക്കുവാൻ നോക്കുന്ന സാത്താൻ്റെ മക്കൾ ആകുന്നു പലരും ഈ ലോകത്തിൽ. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നുവല്ലോ, ഉപായത്താൽ അല്ലയോ സാത്താൻ ആദാമിനെയും ഹവ്വായെയും തെറ്റിച്ചത് എന്ന് പറയുന്നു. എന്ത് ദൈവം കൽപ്പന പുറപ്പെടുവിക്കുന്നുവോ അതിന് വിപരീതമായി പഠിപ്പിക്കുക, അതിൽ നിന്നും നിങ്ങളെ തെറ്റിച്ച് കളയുക. ഇതാണ് ഏത് തെറ്റായ ഉപദേശങ്ങളുടെയും പ്രത്യേകത. എങ്ങനെങ്കിലും നിങ്ങൾ ആദ്യ നിയമത്തിൽ നമ്മൾ കാണുന്നു, മോശയോട് മല്ലിടുന്ന പലരെയും നമ്മൾ കാണുന്നു. അവർ കോരഹ് എന്നുള്ള മനുഷ്യൻ, അവൻ്റെ കൂടെ ചേർന്ന് കുറേ പേർ മോശയോട് മല്ലിടുകയും അവനെ ചാലഞ്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നു, ആ ഒരു സമയം വരുമ്പോൾ അവരെല്ലാവരും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നു പഴയ നിയമത്തിൽ. അങ്ങനെ തന്നെ അപ്പോസ്തോലന്മാരെയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സുവിശേഷത്തെ ഏൽപ്പിച്ചത്. അങ്ങനെ സുവിശേഷത്തെ ഏൽപ്പിക്കപ്പെട്ട അപ്പോസ്തോലന്മാരിൽ നമ്മൾ വിശ്വസിക്കില്ല എങ്കിൽ
ഇങ്ങനത്തെ മുടന്ത ന്യായങ്ങൾ ഒക്കെ കേട്ടിട്ട് പത്രോസ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തെറ്റിപ്പോയിരുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും പത്രോസ് തെറ്റിപ്പോയി എന്ന് പറയുന്ന വിദ്വാൻമാരെ കേട്ട് നിങ്ങളും തെറ്റിപ്പോയാൽ ആ സാത്താൻ്റെ ഉപായത്തിൽ ആദാമും ഹവ്വായും പെട്ടതുപോലെ നിങ്ങൾ പെട്ടുപോകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്ന ആ ദിവസമാണ് ആ പെന്തക്കോസ്ത് ദിവസം എന്ന് വളരെ വ്യക്തമായിട്ട് അവരോട് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് യെരുശലേമിൽ നടക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉയരത്തിൽ നിന്നുമുള്ള ശക്തി ലഭിക്കുമെന്നും സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തുമെന്നും അവിടെ പല ശിഷ്യന്മാർ നിലനിൽക്കുമ്പോൾ ആ തീ വന്ന് അവരുടെ മേൽ പതിഞ്ഞെന്നും ആ സമയത്ത് സംസാരിക്കുന്നത് അവർ മനുഷ്യരായിട്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അവരുടെ സംസാരിക്കുന്നത്. അവിടെ സംസാരിക്കുന്നത് സുവിശേഷത്തിൻ്റെ ആരംഭമാണെന്ന് കർത്താവ് പറയുന്നു. മാനസാന്തരവും പാപമോചനവും മശിഹായുടെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് 24-44 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു. കർത്താവാണ് അവിടെ പ്രവചനം ചെയ്യുന്നത്. ഇത് നടക്കും, ഇത് നടന്നിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന കർത്താവ് ആ പത്രോസിനെ ഒരു പാറയാക്കി മാറ്റുന്ന കർത്താവ്, ആ പത്രോസിന് താക്കോൽ ഏൽപ്പിച്ച കർത്താവ്, ആ കർത്താവ് അറിഞ്ഞിട്ട് കർത്താവിൻ്റെ വാക്യമാണ് പത്രോസിൻ്റെ വായിൽ കൂടെ വന്നത്. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ സാത്താൻ്റെ ഉപായത്തിൽ വീണുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുടക്കം സഭയുടേത് പെന്തക്കോസ് നാളിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ്. അവിടെ തുടങ്ങാതെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ തുടങ്ങുവാൻ സാധിക്കത്തില്ല. മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാലേ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കൂ. എന്നാലേ നിങ്ങളുടെ ആലയം കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി ഒരുക്കപ്പെടുകയുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുകയുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് പൂർണ്ണമായ വെളിപ്പാട് വരികയുള്ളൂ. എന്നാലേ ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാകുകയുള്ളൂ. എന്നാലേ നിങ്ങൾ അന്ത്യത്തിൽ ദൈവമക്കൾ എന്ന് എണ്ണപ്പെടുകയുള്ളൂ. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ദൈവവും കർത്താവും നിത്യപിതാവുമായ യേശു മശിഹായ്ക്ക് ഒരു പ്രാവശ്യം കൂടെ മഹത്വം കരയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവത്തിന് മഹത്വം.